വൈശാലി ഭാഗം 32. ആർത്തവത്തിൻ്റെ 7 നാളുകളായിരുന്നു വൈശാലിക്ക് കഴിഞ്ഞുപോയ 7 ദിവസങ്ങൾ. സാധാരണ എല്ലാം ഒറ്റയ്ക്ക് അനുഭവിക്കും. സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ദേഷ്യമാണെങ്കിലും എല്ലാം ഒറ്റയ്ക്ക് തീർക്കും. എങ്കിൽ ഈ തവണ അവളെല്ലാം വിഷ്ണുവിന് പകുത്തു കൊടുത്തു. ദേഷ്യം, കുറുമ്പ്, വാശി, സ്നേഹം, സന്തോഷം അങ്ങനെയെല്ലാം അവന് കൂടെ ചേർത്ത് കൊടുത്തു. ആ 7 ദിവസം കൊണ്ട് തന്നെ മൂഡ് സ്വിങ്സ് എന്താണെന്നുള്ളത് വിഷ്ണു നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞു. ഇന്നൊരു ശനിയാഴ്ചയാണ്. വൈശാലിക്ക് പിന്നെ ശനിയാഴ്ച കോളേജിൽ പോകണ്ട. പക്ഷേ വിഷ്ണുവിന് വർക്കുണ്ട്. രാവിലെ പോകാൻ നേരം ഹാഫ് ഡേ ലീവ് എടുക്കാൻ വിഷ്ണുവിനോട് വൈശാലി പറഞ്ഞിരുന്നു. എന്തിനാണിപ്പോൾ ലീവ് എടുക്കുന്നതെന്ന് വിഷ്ണു വൈശാലിയോട് ചോദിച്ചുവെങ്കിലും അവൾക്കെന്തോ അവനോട് പറയാനുണ്ട് എന്ന് മാത്രമാണ് അവൾ അവനോട് തിരികെ മറുപടി പറഞ്ഞത്. അവളുടെ ആ മറുപടിയിൽ തന്നെ എന്തോ ഒരു പന്തികേട് വിഷ്ണുവിന് തോന്നാതിരുന്നില്ല. അവൾ തന്നോട് പറയാൻ പോകുന്ന കാര്യം അത്രയും പ്രധാനപ്പെട്ടതാണെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവന് വ്യക്തമായിരുന്നു. ജോലിയിൽ നിന്നും അങ്ങനെ ആവശ്യമില്ലാതെ ലീവ് എടുക്കുന്നത് വൈശാലിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ളപ്പോൾ ലീവ് എടുത്ത് വരാൻ മാത്രം പറയണമെങ്കിൽ കാര്യം അത്രയും പ്രധാനപ്പെട്ടത് തന്നെയാണെന്ന് വിഷ്ണുവിന് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ച കഴിഞ്ഞ് മുത്തശ്ശിയോട് പറഞ്ഞ് വൈശാലി വിഷ്ണുവിൻ്റെ ബാങ്കിലേക്ക് പോയി. വിഷ്ണുവിനെ വിളിച്ചു പറഞ്ഞതനുസരിച്ച് അവൻ ഹാഫ് ഡേ ലീവ് എടുത്ത് കാറിൽ കാത്തിരിക്കുകയായിരുന്നു. എന്താണ് പത്നി ഇത്ര അത്യാവശ്യമായിട്ട് പറയാൻ തോന്നുന്ന കാര്യം? പറയാം മിസ്റ്റർ പതിദേവ്, വണ്ടി എടുക്ക്. കാറിലേക്ക് കയറിയിരുന്നപ്പോൾ തന്നെ വിഷ്ണുവിൻ്റെ ചോദ്യം എത്തി. അതിന് പുഞ്ചിരിയോടെ വൈശാലി മറുപടിയും കൊടുത്തു. രണ്ടുപേർക്കും എങ്ങോട്ട് പോകണമെന്നുള്ളതിൽ ഒരു എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. വണ്ടി നേരെ ഓടിച്ചത് തൃശ്ശൂർ റൂട്ടിലേക്ക് തന്നെയായിരുന്നു. അവിടെ നിന്ന് നേരെ തുമ്പൂർമൊഴി ഗാർഡനാണ് ഈ തവണ പോകാൻ തീരുമാനിച്ചത്. അതാകുമ്പോൾ ശാന്തമായി ഒഴുകുന്ന പുഴയൊക്കെ കണ്ട് കുറച്ച് സമയം നല്ല രീതിയിൽ സമയം ചിലവഴിക്കാൻ പറ്റുമെന്നത് വിഷ്ണുവിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഐഡിയ ആയിരുന്നു. 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം രണ്ടുപേരും അവിടെ എത്തി. മഴയായതുകൊണ്ട് തന്നെ അധികം ആളുകളുടെ തിരക്കില്ല. വേനൽക്കാലത്ത് വരുമ്പോൾ ശാന്തമായി ഒഴുകുന്ന പുഴ ഇപ്പോൾ ആർത്തിരമ്പുകയാണ്. ഒരുപക്ഷെ കടലിനേക്കാൾ വേഗതയിലാണ് ഇപ്പോൾ ഒഴുകിയിറങ്ങുന്നത്. അവിടെ മുഴുവൻ രണ്ടുപേരും ചേർന്ന് ആദ്യം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. വൈശാലിക്ക് ഓരോന്നും വിഷ്ണു കാണിച്ചു കൊടുത്തു, ചെറിയ കുട്ടികളെ കാട്ടിക്കൊടുക്കും പോലെ. വൈശാലി എല്ലാം ആസ്വദിച്ച് കണ്ടുവെങ്കിലും അവൾക്കൊന്നും മനസ്സിനങ്ങോട്ട് സുഖമായി തോന്നുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അത് വിഷ്ണുവിനോട് പ്രകടിപ്പിക്കാതെ എല്ലാം മുഖത്ത് വരുത്താതെ നിലകൊണ്ടു. വിഷ്ണു, നമുക്ക് എവിടെയെങ്കിലും കുറച്ച് സമയം ഇരിക്കാം. കുറെ നടന്നു കഴിഞ്ഞപ്പോൾ വൈശാലി അവനോട് പറഞ്ഞു. വൈശാലിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പ്രശ്നം അവളെ അത്രമാത്രം അലട്ടുന്നുണ്ട് എന്നവന് മനസ്സിലായി. എന്താടോ മുഖാകെ വല്ലാതെ? സുഖയില്ലേ തനിക്ക്? വിഷ്ണു അവളുമായി ഒരിടത്തേക്കിരുന്നു. അവളുടെ നെറ്റിയിലും കഴുത്തിലുമൊക്കെ ചൂടുണ്ടോ എന്ന് തൊട്ടു നോക്കി. പനിയുടെ ചൂടൊന്നുമില്ലല്ലോ. ശരീരവേദന വല്ലതുണ്ടോ? അവൻ അവളുടെ കവിളിൽ കൈവച്ച് ചോദിച്ചു. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല വിഷ്ണു, അത് നിനക്ക് തോന്നിയതാവും. വൈശാലി ശബ്ദത്തിൽ പതർച്ച വരാതെ അവനോട് പറഞ്ഞു. വിഷ്ണു, എനിക്കൊരു കാര്യം. വൈശാലി പറഞ്ഞു തുടങ്ങാനൊരുങ്ങി. എന്നാൽ അപ്പോഴേക്കും വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് കോള് വന്നിരുന്നു. വിഷ്ണു വേഗം തന്നെ അതെടുത്തു നോക്കി. മുത്തശ്ശി. സ്ക്രീനിൽ പേര് തെളിഞ്ഞു കണ്ടതും രണ്ടുപേർക്കും ചെറിയൊരു പേടി തോന്നി. മുത്തശ്ശിക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊരു നേരിയ ഭയം. അല്ലെങ്കിൽ അങ്ങനെ ഇടയ്ക്ക് വിളിക്കാറില്ല. വിച്ചു, മോളെവിടെ? ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ മുത്തശ്ശി അവിടെ നിന്ന് ഇങ്ങോട്ട് ചോദിച്ചു. ഇവിടെയുണ്ട് എൻ്റെ കൂടെ. എവിടെയാ നിങ്ങൾ? വേഗം ഒന്ന് വീട്ടിലേക്ക് വരാൻ നോക്ക്. മുത്തശ്ശി പറഞ്ഞതും വിഷ്ണുവിൻ്റെ മുഖം ആകെ മാറി. എന്താ മുത്തശ്ശി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവൻ്റെ ശബ്ദത്തിൽ നിമിഷ നേരം കൊണ്ട് ആദി കലർന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ മോളെക്കൂട്ടി വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക്. മുത്തശ്ശിയുടെ ശബ്ദത്തിൽ എന്തിനോ ഒരു ഗൗരവം നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി വിഷ്ണുവിന്. എന്താ വിഷ്ണു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുത്തശ്ശിക്ക് എന്തെങ്കിലും? ഫോൺ വെച്ചതും വൈശാലി അല്പം ടെൻഷനോടെ തന്നെ അവനോട് കാര്യം തിരക്കി. ഇല്ല, മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളോട് രണ്ടുപേരോടും വേഗം ഒന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അത് കേട്ടതും വൈശാലിയുടെ മുഖവും സംശയത്താൽ ഒന്ന് ചുളിഞ്ഞു. കാരണം ആവശ്യമില്ലാത്ത കാരണം കൊണ്ട് എന്തായാലും മുത്തശ്ശി അങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിക്കില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചില്ലേ നീ? മുത്തശ്ശി ഒന്നും പറഞ്ഞില്ല. വാ, നമുക്ക് പോകാം. വിഷ്ണു അവിടെ നിന്ന് എഴുന്നേറ്റു. തിരിഞ്ഞ് അവളുടെ കൈപിടിച്ച് നടക്കുമ്പോൾ അവൻ അവളെ ഒന്ന് നോക്കി. വൈശു, എനിക്കറിയാം താനിന്ന് എന്നോട് തന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാനാണ് വന്നതെന്ന്. ഞാനത് കേൾക്കാൻ തയ്യാറുമായിരുന്നു. എങ്കിലും അതെല്ലാം ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിരുന്ന് പറയണമെന്നില്ലല്ലോ. നമുക്ക് നമ്മുടെ ബെഡ്റൂമിലിരുന്നായാലും പറയാം, ആരുടെയും ശല്യമില്ലാതെ. നമ്മുടെ വിഷമവും സ്നേഹവും സന്തോഷവും ഒക്കെ അവിടെ മതി. വിഷ്ണു അവളുടെ കവിളിൽ കൈ ചേർത്ത് പറഞ്ഞു. വൈശാലിയുടെ കണ്ണുകൾ ഒരു വേള അവൻ്റെ വാക്കുകളിൽ വിടർന്നു പോയി. തന്നെക്കാളേറെ മനസ്സിലാക്കുന്നൊരുവൻ. തൻ്റെ കവിളിലിരിക്കുന്ന അവൻ്റെ കയ്യിൽ വൈശാലി പിടിച്ച് ഒന്നുമ്മ വെച്ചു. എനിക്കും ഇതൊക്കെ തരണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ ഒന്നല്ല തരേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ തരുന്നില്ല. രാത്രി സമയമുണ്ടല്ലോ. വൈശാലി ഇമോഷണൽ ആവുകയാണെന്ന് തോന്നിയതും വിഷ്ണു അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനെന്നോണം കുസൃതിയോടെ പറഞ്ഞു. നിമിഷ നേരത്തിൽ പെയ്യാൻ വെമ്പി നിന്ന് അവളുടെ മിഴികൾ കൂർത്തു. അവൾ അവനെ കപട ദേഷ്യത്തിലൊന്ന് നോക്കി. വിഷ്ണു അതിന് അവളുടെ കവിളിൽ ഒന്ന് കുത്തി.
അവളുമായി തിരികെ വീട്ടിലേക്ക് മടങ്ങി. അവനോടെല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ച് ഇത്ര ദൂരം വന്നിട്ടും തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും അവനോട് പറയാൻ പറ്റിയില്ലല്ലോ എന്നോർത്തുള്ള ഒരു ചെറിയ വിഷമമോ സങ്കടമോ എന്തോ അവളുടെ ഉള്ളിൽ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ വിഷ്ണു പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ ഉള്ളിൽ തോന്നിയ ആ ഒരു കുഞ്ഞു സങ്കടവും അലിഞ്ഞില്ലാതായി പോയിരുന്നു. തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ രണ്ടുപേരുടെ ഉള്ളിലും ഉണ്ടായിരുന്നത് മുത്തശ്ശി ഇത്ര അത്യാവശ്യമായിട്ട് തങ്ങളെ രണ്ടുപേരെയും കാണണമെന്ന് പറഞ്ഞത് എന്താവുമെന്നായിരുന്നു. വൈശാലി അവിടെ നിന്ന് വരുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഈ 2-3 മണിക്കൂർ കൊണ്ടുണ്ടാവാനും മാത്രം എന്താണ് പ്രശ്നം എന്നായിരുന്നു രണ്ടുപേരുടെയും ചിന്ത. തിരികെ പോകുമ്പോൾ വിഷ്ണു അല്പം വേഗത്തിൽ തന്നെയാണ് കാർ ഓടിച്ചത്. മുത്തശ്ശി എന്താണ് ഇത്ര അത്യാവശ്യമായി തന്നെയും വൈശാലിയെയും കാണണമെന്ന് പറഞ്ഞതെന്ന ചിന്ത വിഷ്ണുവിനെ നന്നായി കുഴപ്പിച്ചു കളഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡിലായിരുന്നു വണ്ടി ഓടിച്ചത്. അതുകൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് തന്നെ രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അകത്തേക്ക് കയറി വരുമ്പോൾ മുത്തശ്ശി സോഫയിലിരുന്നെന്തോ ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ മുത്തശ്ശി, എന്താ ഇത്ര അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? വിഷ്ണു വേഗം തന്നെ ആദിയോടെ അകത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. നീ ഇങ്ങനെ ആദ്യ പിടിച്ച് ചോദിക്കാൻ മാത്രം ഒന്നുമില്ല എൻ്റെ വിച്ചു, നീ ഒന്ന് സമാധാനപ്പെട്. കുഴപ്പമൊന്നുമില്ലല്ലോ മുത്തശ്ശി, എന്താ വയ്യാഴിക വല്ലതും ഉണ്ടോ? വൈശാലി മുത്തശ്ശിയുടെ അപ്പുറത്ത് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല കുട്ടികളെ, നിങ്ങളെ കാണാൻ ഇവിടെ ഒരാൾ വന്നിരുന്നു, അത്യാവശ്യമായതുകൊണ്ട് വിളിച്ചതാണ്. ഞങ്ങളെ കാണാനോ? ആര്? പ്രഭാകരൻ. ചെറിയച്ഛനോ? വിഷ്ണുവിൻ്റെ ശബ്ദത്തിൽ ആശ്ചര്യം. ആ വന്നിരുന്നു, ഇപ്പോൾ കുറേ നാളായില്ലേ വന്നിട്ട്, 2-3 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് വന്നപ്പോൾ തന്നെ ഞാൻ വിളിച്ചത് നിങ്ങളെ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഈ അവസരത്തിലൊന്നും ആളെ കാണാനാവില്ലല്ലോ. മുത്തശ്ശി തമാശ കലർത്തി പറഞ്ഞു. എന്നിട്ട് ആളെവിടെ? ഇവിടെയെങ്ങും കാണുന്നില്ലല്ലോ. വിഷ്ണു മുഴുവനായിട്ടൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയതാണ്, ഇനി വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. അത് പറഞ്ഞതും വിഷ്ണുവും ചിരിച്ചു. വൈശാലി ഒന്നും മനസ്സിലാകാതെ രണ്ടുപേരെയും നോക്കി നിന്നു. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? രണ്ടുപേരോടുമായി വൈശാലി സംശയത്തോടെ ചോദിച്ചു. അതോ, ഞാനൊന്ന് പറഞ്ഞില്ലേ വൈശു, എൻ്റെ അച്ഛനൊരു അനിയനുണ്ടെന്ന്, ആള് മിലിറ്ററിയാണെന്ന്. ചെറിയച്ഛൻ വന്നു എന്ന് പറഞ്ഞതാണ്. ഓ, ഓർക്കുന്നുണ്ട്. വിഷ്ണു പറഞ്ഞതും ഏതോ ഓർമ്മയിലെന്ന പോലെ വൈശാലി പറഞ്ഞു. അല്ല, നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു? ഞങ്ങൾ അതിരപ്പള്ളി വരെ ഒന്ന് പോയി. അതിരപ്പള്ളി വരെയോ? നിങ്ങൾക്കെന്താ വട്ടായോ ഈ വെയിലുള്ള സമയത്ത് അവിടെ പോയിരിക്കാൻ? അതിനിത് മഴക്കാലമല്ലേ? എങ്കിലും ഇന്ന് വെയിലല്ലേ? അല്ല, അതിരപ്പള്ളിയൊക്കെ അടച്ചിട്ടിരിക്കുമല്ലേ? അതവിടെ എത്താറായപ്പോഴാണ് അതറിയുന്നത്. ഞങ്ങൾ എന്നിട്ട് തുമ്പൂർ മൊഴി ഗാർഡൻ കാണാൻ പോയി. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും അവിടെ ആയിരുന്നോ? അതിന് രണ്ടുപേരും വെളുക്കി ചിരിച്ചു കാണിച്ചു. പറഞ്ഞിട്ട് പൊയ്ക്കൂടെ രണ്ടിനും? അവിടെ വരെയൊക്കെ പോയി വല്ലതും പറ്റിയാൽ നീ വേണമെങ്കിൽ പൊക്കോ, കൊച്ചിനെ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞിട്ട് പോയാൽ മതി. മുത്തശ്ശി വിഷ്ണുവിനെ ശകാരിച്ചു. അയ്യടാ, ഒരു കൊച്ച്, അവളെ കിട്ടിയപ്പോൾ നമ്മൾ പുറമ്പോക്കായി. എന്നാലേ ഞാനൊരു കാര്യം പറയാം, ഈ കൊച്ചു പറഞ്ഞിട്ടാണ് ഇന്ന് അങ്ങോട്ട് പോയത്. വിഷ്ണുവിൻ്റെ മുഖം അത് പറയുമ്പോൾ ഒന്ന് വീർത്തു. ഒന്ന് പോട ചെക്ക. മുത്തശ്ശി അവൻ്റെ കയ്യിൽ പതിയെ ഒന്ന് തല്ലി. രണ്ടുപേരും പോയെന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വാ, അപ്പോഴേക്കും പുറത്തേക്ക് പോയ ആൾ തിരികെ എത്തുമായിരിക്കും, എന്നാലും വലിയ ഉറപ്പില്ല. മുത്തശ്ശി വീണ്ടും കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു. മുത്തശ്ശിയുടെ സംസാരമൊക്കെ കേട്ട് ചിരിയോടെ രണ്ടുപേരും ഡ്രസ്സ് മാറാനായി മുറിയിലേക്ക് പോയി. വൈശാലി ആദ്യം റൂമിലേക്ക് കയറി, പിന്നാലെ വിഷ്ണു കയറി. വാതിലടച്ചതും അവൻ്റെ ചുണ്ടിൽ കള്ളച്ചിരി വിരിഞ്ഞു. ഡ്രസ്സ് മാറാനായി സാരിയിലെ ഷോൾഡറിൽ കുത്തിയിരുന്ന പിന്നഴിക്കുന്നവളെ അവൻ പിന്നിൽ നിന്ന് ചുറ്റിപ്പിടിച്ചു. അത് പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് വൈശാലി ഒന്ന് മുന്നിലേക്ക് ആഞ്ഞു പോയി. ഉന്തിയിട്ട് കൊല്ലുവോ നീ മനുഷ്യനെ? വൈശാലിയുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്ന അവൻ്റെ കയ്യിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന പിന്നു കൊണ്ട് പതിയെ ഒന്ന് കുത്തി. ഹൂ! പെട്ടെന്നായതുകൊണ്ട് വിഷ്ണു കൈകൾ വലിച്ചെടുത്തു. വൈശാലി അവൻ്റെ നേർക്ക് തിരിഞ്ഞു നിന്ന് അവനെ ഗമയോടെ നോക്കി. നോക്കിക്കോ, ഇത് ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു കൊടുക്കും. ഇത് സത്യം സത്യം സത്യം. വിഷ്ണു എക്സ്പ്രഷനൊക്കെ ഇട്ട് പറഞ്ഞു. വൈശാലി അതിനെ പുച്ഛിച്ചു തള്ളി. മുത്തശ്ശി എന്നെ ഒന്നും ചെയ്യില്ല. വൈശാലി അപ്പോൾ തന്നെ തിരികെ പറഞ്ഞു. അത് വിഷ്ണുവിന് അറിയാവുന്ന കാര്യമായതുകൊണ്ട് കൂടുതൽ അവളോട് അതേക്കുറിച്ച് തർക്കിക്കാൻ നിന്നില്ല. നീ ഈ ഇടയായിട്ട് ഒട്ടും റൊമാൻറ്റിക് അല്ല വൈശാലി. വിഷ്ണു അവളെ വിട്ട് പരിഭവിച്ച് പറഞ്ഞുകൊണ്ട് കട്ടിലിൽ പോയിരുന്നു. വൈശാലി അതിനെ ഗൗനിച്ചില്ല. അവൾ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുന്നിൽ വന്ന് നിന്ന് സാരി മാറുന്ന തിരക്കിലായിരുന്നു. നിനക്കെന്താ ഒരു മൈൻഡില്ലാത്തത്? അവൾ ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും വിഷ്ണു വീണ്ടും അവളെ ചൊറിഞ്ഞു. എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇന്നലെ രാത്രി എന്ത്? വിഷ്ണു ഒന്നും അറിയാതെ നിഷ്കളങ്കം ചമഞ്ഞു. നിന്നെ ഞാൻ... വൈശാലി കട്ടിലിൽ കിടന്നിരുന്ന തലയണ എടുത്ത് അവൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞു. വിഷ്ണു അത് കൃത്യമായിട്ട് ക്യാച്ച് പിടിച്ചെടുത്തു. അതിന് കൂടെ തന്നെ അവൻ വൈശാലിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചതും കൃത്യമായി അവൾ കട്ടിലിൽ വിഷ്ണുവിൻ്റെ മുകളിലായി വന്ന് വീണു. വൈശാലി അവനെ കൂർപ്പിച്ചു നോക്കി. വിഷ്ണുവിൻ്റെ മുഖം നിഷ്കളങ്കതയുടെ നിറകുടമായി. പ്ലീസ്. അവളെ നോക്കി ചുണ്ടനക്കി. വൈശാലിക്ക് എതിർപ്പ് പറയാൻ തോന്നിയില്ല. അല്ലെങ്കിലും അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞൊടിയിടയിൽ അവിടെ രണ്ടുപേരുടെയും ശീൽക്കാരങ്ങൾ ഉയർന്നു. കിതപ്പുകൾ, നിശ്വാസങ്ങൾ, എന്തിനൊക്കെയോ വേണ്ടി ദാഹിക്കുന്ന രണ്ടുപേര്. ഇരു ശരീരങ്ങളും വിയർപ്പിനാൽ കുതിർന്നു. ചുണ്ടുകൾ തമ്മിൽ പലതവണ ഇണചേർന്നു. ഒടുവിൽ കിതപ്പോടെ അവൻ അവളിൽ നിന്ന് അടർന്നു മാറി. രണ്ടുപേരുടെ ചുണ്ടിലും നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു അന്നേരം.
തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.